ഹലോ ഫ്രണ്ട്സ്, ഇന്ന് QTS എങ്ങനെ ഒപ്പിച്ചെടുക്കാം എന്ന് ഞാൻ ഷെയർ ചെയ്യാം. QTS എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ്. അതായത് നമ്മൾ ഇംഗ്ലണ്ട്, വെയിൽസ് അതുപോലുള്ള കൺട്രീസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ നമ്മൾ ഇപ്പോൾ UAE വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂൾസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനാണ്. ഇത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, കാരണം ഒരു എക്സാം അങ്ങനെയൊന്നും എഴുതണ്ട. പക്ഷേ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. നമ്മുടെ BSc MSc എല്ലാ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റ്സും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് PDF ഫോമാറ്റിൽ ലാപ്ടോപ്പിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാതെ. അതിനകത്ത് നമ്മൾ പോയി ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ്സ് അവർ ചോദിക്കുക. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും ഏതാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അവർ നമുക്ക് മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഇത് മിസ്സിംഗ് ആണ്, ഇത് അപ്ലോഡ് ചെയ്യുക, മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അവർ നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ മെയിൽ ഒന്നും മിസ്സാവാന്നിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്യൂമേയിൽ നമ്മൾ ഏത് സ്കൂൾ മെൻഷൻ ചെയ്താലും ആ സ്കൂൾസിനെ ഇവർ കോൺടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുക്കാൻ പറ്റില്ല. അഥവാ നമ്മൾ ഒറിജിനലായിട്ട് കൊടുത്താണ് നമ്മൾ നല്ലൊരു ഹെൽത്തി റിലേഷനിലല്ല നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് അവർ നമ്മളെ വെരിഫൈ ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നമുക്കിത് കിട്ടില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ടുള്ള ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ് ഇൻ്റർനാഷണൽ സ്കൂൾസിൽ നമ്മൾ പോകുമ്പോൾ എപ്പോഴും അവർ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യും. നമ്മൾ പണ്ട് വർക്ക് ചെയ്ത സ്കൂളിനെ അവർ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പീരീഡ് ഓഫ് വർക്കിംഗ് കറക്റ്റ് ആണോ, നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊരു കോൺടാക്ട് ഇൻഫർമേഷൻ ചോദിക്കും. അപ്പം അത് നമ്മൾ കീപ്പ് ചെയ്താലാണ് നമുക്കിത് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പം അവർ കോൺടാക്ട് ചെയ്യുമ്പം നമ്മുടെ ആ പഴയ സ്കൂൾസ് നമുക്ക് വേണ്ടിയിട്ട് യെസ് ഷീ ഹാസ് വർക്ക്ഡ് ഹിയർ എന്നുള്ളൊരു കൺഫർമേഷൻ കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരും നമ്മുടെ ക്വാളിഫിക്കേഷൻ കറക്റ്റാണ്, നമ്മളെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ട്. അതൊരു 2-3 months എടുത്തു എനിക്കത് അപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെയിൽ വരും, സക്സസ്ഫുള്ളി യു ഹാവ് ക്വാളിഫൈഡ് ടു ടീച്ച് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കത് നമ്മുടെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി വെബ്സൈറ്റാണ്. താഴെ അതിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പം ഞാനിപ്പോൾ ആ വെബ്സൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് con.government.uk. ഓക്കെ, QTS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സൈറ്റ് വരുന്നതാണ്. ഇത് ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സൈൻ ഇൻ കൊടുക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലായിട്ടാണ് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് യുവർ ലോഗിൻ കൊടുക്കണം, എന്നിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പം 1 by 1 ആയിട്ട് അവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയി ഇതൊരു 2-3 മാസം എടുക്കും ഇത് വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള മെയിൽസ് വന്നുകൊണ്ടിരിക്കും. ആഫ്റ്റർ റിവ്യൂയിങ് യുവർ QTS ആപ്ലിക്കേഷൻ നീഡ്സ് മോർ ഇൻഫർമേഷൻ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല ഈ മെയിൽസ്. കാരണം അത് മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡ് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ് അവരത് അപ്രൂവ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ എക്സ്പയർ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ട്രാക്ക് ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതർ ദാൻ ഇന്ത്യൻ കരിക്കുലത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും.